ചാലക്കുടി മേഖലയുടെ വാർഷിക സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. മുഖവിലൊന്നുമില്ലാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ചാലക്കുടി മേഖലയുടെ പ്രസിഡന്റായിട്ടുള്ള ഈ മേഖലയെ ഏറ്റവും മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പി ശശിധരനെ ഈ ഓഡിയൻസിന്റെ മാതാവ് എന്നിവരുടെയും മറ്റു സാംസ്കാരിക സാമൂഹിക രംഗത്തെ എല്ലാവരുടെയും വേർപാടിൽ ഈ യോഗം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അനുശോചനം രേഖപ്പെടുത്തും. നമുക്ക് അഭിമാനിക്കാം. പിന്നീട് ചാലക്കുടി മേഖലയിലെ പത്രപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ശ്രീ ലാലുമോൻ ചാലക്കുടി ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിച്ചു. പ്രിന്റിംഗ് മേഖലയിലെ തൊഴിലാളി ദൗർലഭ്യം മൂലം സ്വന്തമായി കമ്പ്യൂട്ടർ ജോയി അക്ഷര, ജോയിന്റ് സെക്രട്ടറി ബൈജു MP, രക്ഷാധികാരി CK ഷൺമുഖൻ. വരവ് മുൻപാക്കി CDC ബാങ്കിൽ 4700 രൂപ, കൈവശം 25,900, വരിസംഖ്യ ഇനത്തിൽ ലഭിച്ചത് 35,300. അഭിമാനിക്കാവുന്ന നമ്മുടെ പ്രിയങ്കരിയായ ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ആലീസ് ഷിബു, നമ്മുടെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നമ്മുടെ സംഘടനയിൽ നമ്മുടെ മെമ്പർമാർക്ക് പലതരത്തിലുള്ള ആശങ്കകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണിത്. അതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്ന നമ്മുടെ അനിശ്ചിതനായ നേതാവ് ചാലക്കുടി തൃശ്ശൂർ ജില്ലയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സണ്ണി പുഴുകുളം, അദ്ദേഹത്തോട് തോളോട് ചേർന്ന് നമ്മുടെ ജില്ലയുടെ പ്രവർത്തനത്തെ ഒരു എന്നിരുന്നാലും നമ്മുടെ ദൈനംദിനമായ എല്ലാ കാര്യങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് പ്രിന്റിംഗ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഡാൻസേട്ടൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ വ്യാപാരത്തെ അവസാനം അതിൻ്റെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത എക്കോപാർട്ടിൻ്റെ ബാബുച്ചേട്ടൻ്റെ ഉണ്ട്. ഇപ്പോൾ വനിതകൾ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. രാജുഘട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ശശിധരൻ, അവരുടെ എല്ലാവരും അജി ഉൾപ്പെടെയുള്ള എല്ലാവരും എനിക്കറിയാം. നഗരസഭയുടെ ഒരു പരിപാടിയാണെങ്കിൽ ലാസ്റ്റ് അവസാന നിമിഷത്തിലായിരിക്കും നമ്മൾ കൊണ്ട് ബസ്സിലേക്ക് കൊടുക്കുന്നത്. പിന്നെ അവിടെ രാവിലെ പകലില്ലാണ്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ ലഭ്യത, അതിൻ്റെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ആശംസകളും ഞാൻ നേരാണ്. ഭയങ്കര ഇതാണ് നമ്മുടെ പണി, ഇതാണ് നമ്മുടെ പ്രശ്നം, ഇതാണ് നമ്മുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ വില്ലൻ. എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ 3 ആഴ്ചയായി വിഷയം വിട്ടിട്ട്. ഇപ്പൊ വന്നിട്ടില്ല, 3 ആഴ്ചയായി വിഷയം വന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ
കൊട്ടേഷനൊക്കെ വന്നതിന് ശേഷം ഞാനും ദിനേശനും ബാബേട്ടനും ബൈജൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഒരു വർക്ക് കൊട്ടേഷൻ വരുമ്പോൾ പഞ്ചായത്തുകളുടെ ഭരണം മാറി പഞ്ചായത്തിൽ കൊട്ടേഷൻ വന്നുകൊണ്ട് അതിൻ്റെ ഒരു ടൈമാണ്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഉള്ളൊരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ, നമ്മളൊരു സജീവമായിട്ട് രാഷ്ട്രീയത്തിന് ഇപ്പോഴുള്ള ഒരാളാണ്. പങ്കുവച്ച ഒരാളാണ് നമ്മുടെ രാജീവേട്ടൻ. സാധാരണ സംഘടന ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായിട്ട് ഞങ്ങൾ നമ്മുടെ ഈ സമ്മേളനം ഇതുപോലെ നടത്താൻ ഒരു 4 പേര് നിരന്തരമായി ചാലക്കുടിയിലെ പ്രസ്സുകൾ കയറണം, ഇതിൻ്റെ ഗിഫ്റ്റ് സംഘടിപ്പിക്കലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബം, രാജയുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ മുഴുവൻ പേരും സംഘടനയ്ക്ക് വേണ്ടി അവരുടെ ഒരുപാട് സമയം കളയും. ഓരോ ആഴ്ചയ്ക്കും ഇത് നോക്കാൻ പറ്റില്ല. കാരണം ഞാൻ 50 പണിക്കാരെ ഒരു സ്ഥലത്ത് വെച്ച് പഠിപ്പിക്കുന്നു, അവർക്ക് കൂലി കൊടുക്കണം, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ, അടിസ്ഥാന ഭാഗങ്ങൾ അതത്ര വലിയ സംഭവമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പഠിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഒരു മൊബൈൽ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞു, ജില്ലയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയായിട്ടൊരു ക്ലാസ് സംഘടിപ്പിച്ചു. അവിടെ ചെന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് ആദ്യം ഈ ChatGPT ഡൗൺലോഡ് ചെയ്യാത്തവർ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് മൊബൈലിൽ. അവർ ആദ്യം ഡൗൺലോഡ് ചെയ്യാനാണ് പഠിപ്പിച്ചത്. നിങ്ങളുടെ മൊബൈലിൽ ആ ChatGPT പ്ലേ സ്റ്റോറിൽ നിന്നൊന്ന് സംഗതി ഒന്ന് ഡൗൺലോഡ്. കുറെ പേര് ചെയ്തു, കുറെ പേര് അതിനിടയിലും സ്വന്തത്തിൽ കൂടെ എഴുതിയിട്ട് മേടിച്ച് ഇവിടെയുള്ള, അതായത് ടൗണിലുള്ള വർക്കുകൾ കൂടി തേടിപ്പിടിക്കുവാനുള്ള ഒരു പ്രവണത അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബിജു പറഞ്ഞു, നെല്ലിയാറ്റിങ്ങൽ പ്രസിൻ്റെ ഒരു കാര്യം, 1800 രൂപ അവർ നേരത്തെ മേടിച്ചിരുന്നത് ശരി തന്നെയാണ്. പക്ഷേ അവരുടെ അപ്പുറത്ത് നിൽക്കുന്നതായ മാതാ പ്രിൻറ്റേഴ്സ് കുറച്ച് കാലമായിട്ടുള്ളൂ മൂപ്പര് പ്രസ് നടത്തിക്കൊണ്ട് ഈ ഓഫ്സെറ്റിലേക്ക് നീങ്ങിയിട്ടുള്ളൂ. കൊക്കിലൊന്നുമല്ല, പറന്ന് നടക്കണം, മുകളിൽ പറന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പറക്കാനായിട്ട് അനുവദിക്കണം. കാരണന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ഡ്രോണിൻ്റെ കീഴിൽ ആവരുത് അവരുടെ ഇത് എന്ന് കൂടി പറയാനുള്ളത്. നമ്മൾക്ക് വിചാരിച്ചത് നമ്മുടെ കീഴിൽ, അതായത് നമ്മുടെ കൺവെട്ടത്തിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണേ, പക്ഷെ അത് ആഗ്രഹിക്കണ്ട. അവരുടെ വിഷൻസ് ശ്രീദേവി നാരായണൻകുട്ടി SL സ്ക്രീൻ സാറ് റിട്ടയർഡ് SC ആണ്. ശ്രീ ശ്രീ രാജീവ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ശ്രീ ജോയ് പി കെ അക്ഷര മോഡൽ ഓഫ് റൈറ്റ് കമ്പ്യൂട്ടേഴ്സ്, ശ്രീ അനീഷ് FSL കമ്പ്യൂട്ടേഴ്സ്, ശ്രീ സുഭാഷ് ഹരിദാസ്, ശ്രീ ഗോപിനാഥൻ. രണ്ടാമത്തെ പയ്യന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചാണ് ബാബു എൽബൈക്ക് നന്ദി പറഞ്ഞു. ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ചെയർപേഴ്സൺ ആലിസ് ഷിബു നന്ദി പറഞ്ഞുകൊള്ളുന്നു. അദ്ദേഹം നമ്മുടെ അങ്ങനത്തുള്ള ഒരു രീതിയിൽ ഒരു മിനി ഓപ്ഷത്തിന്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് അതിന്റെ സപ്പോർട്ടീവായിട്ട്